ഒരു മാഡം അങ്ങോട്ടേക്ക് വന്നു. പുള്ളിക്കാരി മലയാളിയായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ആദ്യം പുള്ളിക്കാരി പറഞ്ഞത് കമ്പൽസറി ആണ് മാം, പുതിയ കസ്റ്റമേഴ്സിന് ഇത് കമ്പൽസറി ആണെന്ന് പറഞ്ഞു. പുള്ളിക്കാരി അത് പറഞ്ഞു ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പ്ലേറ്റ് മാറ്റി. കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയാ, ഇത് ഇത് പേയ്മെന്റ് ചെയ്യുന്നതിന് മുന്നേ വരെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കിത് ഓപ്റ്റ് ഔട്ട് ചെയ്യായിരുന്നു എന്ന്. ഇത്രയും നേരം ഞാൻ വായിട്ടലച്ചത് ഇത് ഓപ്റ്റ് ഔട്ട് ചെയ്യണം എന്നായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു നിവർത്തിയില്ല, ഇത് കമ്പൽസറി ആണെന്ന് പറഞ്ഞ പുള്ളിക്കാരി. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാണ് 350 മുതൽ ഈ പറയുന്ന 2800 വരെയുള്ള ഇൻഷുറൻസ് പ്ലാൻസ് അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അതും കമ്പൽസറി അല്ല, നമുക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്യാവുന്ന ഓപ്ഷനാണ്. പക്ഷെ എന്തിനാണ് ഇവർ ഇത്രയും കമ്പൽസറി ആക്കിയിട്ട്? അതും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ 2800 ഞാൻ അത്രയും ഭയങ്കര സിറ്റുവേഷനിലാണ് ഈ ഒരു ലൈക്ക് എന്താ ഗോൾഡ് ലോൺ എടുക്കാന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് എത്തണം. അപ്പൊ നമ്മുടെ നിസ്സഹായാവസ്ഥ അവർ ചൂഷണം ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വലിയൊരു സ്കാം ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് അവർക്ക് കൊടുത്തിട്ടുള്ളൊരു അഡീഷണൽ ആഡ് ഓൺ ആണ്. പക്ഷെ ഇത് അവിടുത്തെ സ്റ്റാഫ്സിനൊക്കെ ഇതൊരു ലൈക്ക് എന്താ ടാർഗറ്റ് ആണ്. അപ്പൊ അവരിത് ഈ ഗോൾഡ് ലോണോ എല്ലാത്തിൻ്റെയും കൂടി കമ്പൽസറി ആയിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ കസ്റ്റമേഴ്സിനെയും. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യര് അവരുടെ പ്രത്യേക സാഹചര്യത്തിൽ അത്രയും വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ പോകുമ്പോഴാണ് നമ്മൾ ഈ ഗോൾഡ് ലോൺ ഒക്കെ ഓപ്റ്റ് ചെയ്യുന്നത്. എല്ലാ മുത്തൂറ്റ് ഫിൻകോർപ്പിൽ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ബാംഗ്ലൂർ മടിവാള മാരുതി നഗർ മെയിൻ റോഡിലുള്ള മുത്തൂറ്റ് ഫിൻകോർപ്പിൽ നിന്നാണ് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്, അതും ഞാൻ പോസ്റ്റ് ചെയ്യാം. അവർ ഓൾറെഡി ഒരു സ്കാം അല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട മനുഷ്യന്മാരുടെ അവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ട്. ഓക്കെ, ഇത് മേ ബി പലർക്കും കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നിയേക്കാം. പക്ഷെ അല്ല, സാധാരണക്കാർക്ക് ഇത് വലിയ സംഭവം തന്നെയാണ്. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത്, ഞാൻ 500 രൂപ ഫൈൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പോയിട്ട് കൊടുത്ത് 2800 രൂപ. എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എനിക്കിതിൻ്റെ ആവശ്യമില്ല. അത് ഞാൻ അവരടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറല്ല. ഈ ഒരു സ്കാം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. അത് പറ്റില്ല എന്ന് പറയാം. ഇനി നിങ്ങളൊരു ഗോൾഡ് ലോൺ അല്ല, എന്തൊരു ലോണിന് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാലും നിങ്ങളുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്കൊരു ഏതൊരു പ്രൊഡക്റ്റ് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ ആർക്കും അധികാരമില്ല. ഭയങ്കര പുതിയൊരു അനുഭവമാണ്. എൻ്റെ വിവരമില്ലായ്മയെ അവരെ ചൂഷണം ചെയ്തു. എന്നിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടാണ് ഞാൻ ആ പേയ്മെന്റ് കൊടുക്കണേ കേട്ടോ. പക്ഷെ എൻ്റെ പൊട്ടത്തരം, ഞാനതൊക്കെ ചോദിച്ച് പറഞ്ഞ് എല്ലാം ചെയ്തിട്ട് ഒരു വാല്യൂ ഇല്ലാതെ ഞാൻ ആ പൈസ കൊടുത്തു. സോ അത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആണ്. പിന്നെ ഇത്രയും ദിവസം ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് വരിക.